إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഇസ്ലാമിന്റെ നടപടിക്രമങ്ങൾക്കപ്പുറം ബിദ്അത്തായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്, അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയത്. മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ച അറിവില്ലായ്മ, സ്വന്തം താൽപര്യങ്ങളെ പിൻപറ്റൽ, അനാചാരങ്ങളുടെ ആളുകളുമായുള്ള സഹവാസം എന്നീ 3 കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. നാലാമതായി ഉള്ള കാരണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാക്കുകളിലൂടെ, നബിയുടെ പ്രവർത്തനങ്ങളിലൂടെ, അംഗീകാരങ്ങളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള മതപരമായ തെളിവുകൾക്ക് അപ്പുറത്ത് മറ്റുള്ള ആളുകളുടെ, അത് ആരായിരുന്നാലും ശരി, മദ്ഹബിന്റെ ഇമാമുകളുടെയോ അല്ലെങ്കിൽ പ്രമുഖരായ പണ്ഡിതന്മാരുടെയോ നേതാക്കന്മാരുടെയോ ആരുടേതാണെങ്കിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും അല്ലാത്ത ഏതൊരാളുടെയും വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രമാണങ്ങളെക്കാൾ മുൻതൂക്കം നൽകുക എന്നതാണ്. അതായത് പാരമ്പര്യവാദം, അത് മാതാപിതാക്കളുടെ പൂർവികന്മാരുടെ പാരമ്പര്യമാണെങ്കിലും ഞങ്ങൾ ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ എന്ന പാരമ്പര്യവാദമാണെങ്കിലും ഏത് നിലക്കായിരുന്നാലും ശരി, അതിന്റെ എല്ലാം മീതെ ഖുർആനും സുന്നത്തുമാണ് പ്രമാണമായി അംഗീകരിക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മതപരമായ കാര്യങ്ങൾ സ്വീകരിക്കുകയും തള്ളുകയും ചെയ്യേണ്ടത്. എന്നാൽ പാരമ്പര്യങ്ങളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് പൂർവികന്മാരുടെ, പിഴച്ച ആളുകളുടെ സ്വഭാവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മാഇദ 104-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു ഇറക്കിയതിലേക്കും റസൂലിലേക്കും നിങ്ങൾ വരിക എന്ന് ആളുകളോട് പറയപ്പെട്ടാൽ ആ ആളുകളുടെ മറുപടി ഹസ്ബുന മാ വജദന അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവികന്മാരെ ഏതൊന്നിൽ ഞങ്ങൾ കണ്ടുവോ അത് മതി ഞങ്ങൾക്ക് എന്നായിരിക്കും അവരുടെ മറുപടി. അവലൗകാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, ആ ആളുകളോട് അല്ലാഹു ചോദിക്കുകയാണ്, ഈ പാരമ്പര്യവാദം അവകാശപ്പെടുന്ന ആളുകളുടെ പൂർവ്വപിതാക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരും നേർമാർഗം സിദ്ധിച്ചിട്ടില്ലാത്തവരുമാണെങ്കിലോ എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിലും ഈ പാരമ്പര്യവാദത്തെ അല്ലെങ്കിൽ പൂർവികരെ നിങ്ങൾ പിൻപറ്റുമോ? ഇത് ശരിയാണോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലെ ആളുകളൊക്കെ അതാത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാരോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നീ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ പാരമ്പര്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഈ കാര്യം അല്ലെങ്കിൽ ഇതേ കാര്യം ആളുകൾ അവരുടെ ന്യായമായി അവതരിപ്പിച്ചു. അവിടെയും അവസാനിക്കുന്നില്ല. ഇന്നും ഇനി എക്കാലത്തും ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സറിഞ്ഞ് വിശ്വാസപൂർവ്വം അംഗീകരിക്കാത്ത ആളുകളുടെ ന്യായീകരണം എന്ന് പറയുന്നത് ഇതൊന്നും ഞങ്ങളുടെ പൂർവ്വപിതാക്കളിൽ നിന്ന്, ബാപ്പപ്പാപ്പന്മാരിൽ നിന്ന് പഠിച്ച കാര്യമല്ല, അതിനെതിരാണ് നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഈ വാദം ശരിയല്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത് എന്താ? പൂർവികന്മാർ അല്ലെങ്കിൽ മുൻ തലമുറക്കാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ, നാട്ടുകാർ, നേതാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രമാണമായി വരുന്നത്. അതിനെ പ്രമാണമായി സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ കടന്നു വരുന്നു. അതിനൊക്കെ അപ്പുറത്ത് അള്ളാഹുവിനെയും റസൂലിനെയും ഉമ്മത്ത് ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളെയും സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു പാരമ്പര്യവാദത്തിലേക്ക് പോകുമ്പോൾ ഇസ്ലാമിലില്ലാത്ത പലതും കടന്നു വരികയും ഇസ്ലാമിലുള്ള പലതും പുറത്തു പോവുകയും ചെയ്യുന്നു എന്നതാണ്. ഇത് ബിദ്അത്തുണ്ടാകാനുള്ള വളരെ വലിയ ഗുരുതരമായ ഒരു കാരണമാണ്. മഹാന്മാരായ ആളുകളിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറഞ്ഞതായി പല ഗ്രന്ഥങ്ങളിലും ഉദ്ധരിച്ച് നമുക്ക് കാണാം, ലാ റഇയ ലി അഹദിൻ മഅ സുന്നത്തിൻ സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായി നടപടിക്രമമായി സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങളോടൊപ്പം മറ്റൊരാളുടെ ഒരു വാക്കിനും ഒരു വിലയുമില്ല എന്ന് പറഞ്ഞാൽ, നബി പഠിപ്പിച്ചത്, നബി ശരിയാക്കിയത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ഖുർആനിലൂടെയും മറ്റൊരു വഹിയായ നബിയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള, അംഗീകരിച്ചിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്ത് ഒരാളുടെ അഭിപ്രായത്തെയും സ്വീകരിക്കേണ്ടതില്ല. ലാ റഇയ ലി അഹദിൻ, ഒരാളുടെയും. ഇനിയിപ്പോ ഒരു സഹാബി തന്നെ ഒരു വാക്ക് പറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതാനും ആളുകൾ പറഞ്ഞു, അത് ഖുർആനിനോ സുന്നത്തിനോ എതിരായാൽ സഹാബി പറഞ്ഞിട്ടില്ലേ എന്ന് നിലക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അത് സ്വീകരിക്കേണ്ടതില്ല. ഖുർആനെയും സുന്നത്തിനെയുമാണ് സ്വീകരിക്കേണ്ടത്. ഇത് നമ്മുടെ നാട്ടിൽ പള്ളി ദർസുകളിലും കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കുന്ന നിദാനശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ
പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സഹാബിയുടെ വാക്ക് ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞാൽ ഖുർആനോട് സുന്നത്തിനോട് യോജിച്ചതാണെങ്കിൽ സ്വീകരിക്കാം, അതല്ലാത്ത ആര് പറഞ്ഞാലും ശരി അത് സ്വീകരിക്കേണ്ടതില്ല എന്നതാണ്. ഇതേപോലെ ഇബ്നു ഹുസൈമ പ്രമുഖനായ ഹദീസ് പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കാണാം, ലൈസ ലി അഹദിൻ മഅ റസൂലില്ലാഹി ഖൗലുൻ ഇദാ സഹൽ ഖബറു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഖബർ, അതായത് ഒരു ഹദീസ് സ്ഥിരപ്പെട്ടാൽ പിന്നെ അതിന്റെ കൂടെ വേറെ ഒരാളുടെ ഒരു വാക്കിനും ഒരു വിലയുമില്ല. അവിടെ ലി അഹദിൻ എന്ന് പറഞ്ഞാൽ നബി അല്ലാത്ത ആരുടെ വാക്കായാലും ശരി, ആ ആരുടെ എന്ന് പറഞ്ഞാൽ സ്വഹാബി മുതൽ ഇങ്ങോട്ട്, സ്വഹാബികളെക്കാൾ വലുതല്ലല്ലോ മദ്ഹബിന്റെ ഇമാമുകൾ, സംഘടനാ നേതാക്കന്മാർ, അല്ലെങ്കിൽ ശൈഖന്മാർ, ഇമാമിങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകൾ, ആര് പറഞ്ഞാലും ശരി നബിയിൽ നിന്നൊരു ഹദീസ് സ്ഥിരപ്പെട്ടാൽ അതിന് യാതൊരു മൂല്യവും കൽപ്പിക്കാൻ പാടില്ല എന്നാണ് ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫത്താവയിൽ സുദീർഘമായ ഒരു വാചകം കാണാം. അതിന്റെ ആശയം ഇതാണ്: ഇസ്ലാമാകുന്ന മതത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ കിതാബിനെ പിൻപറ്റുക, നബിയുടെ സുന്നത്തിനെ പിൻപറ്റുക, സമൂഹം ഏകോപിച്ചിട്ടുള്ള കാര്യങ്ങളെ പിൻപറ്റുക എന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ കുറ്റമുക്തമായ കാര്യങ്ങളാണ്. സമൂഹം ഏതൊരു കാര്യത്തിൽ ഭിന്നിച്ചുവോ ആ വിഷയത്തിൽ മടക്കേണ്ടത് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനല്ലാത്ത മറ്റൊരാളെയും ഈ ഉമ്മത്തിനു വേണ്ടി പ്രത്യേകമായ ഒരു തരീഖത്തിലേക്ക് ക്ഷണിക്കുന്നവനായോ ആ തരീഖത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളോട് വലാഉം ബറാഉം, ബന്ധവും ബന്ധവിച്ഛേദനവും പുലർത്തുകയോ ചെയ്യാൻ ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ പ്രവാചകനല്ലാത്ത ഒരാളെയും പ്രതിഷ്ഠിക്കുവാൻ ആർക്കും അവകാശമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമും റസൂലിന്റെ കലാമും സമൂഹത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായങ്ങൾക്കും അപ്പുറം ഏതെങ്കിലും ഒരാളുടെ വാക്കിനെയോ ഒരു വ്യക്തിയെയോ പ്രതിഷ്ഠിക്കുവാനും അതിന്റെ പേരിൽ വലാഉം ബറാഉം, ബന്ധവും ബന്ധവിച്ഛേദനവും നടത്തുന്ന ഒരാളുടെ സംസാരത്തെയും സ്ഥാപിക്കുവാനും ഒരാൾക്കും അധികാരമില്ല. ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത്, ഇത്തരം വ്യക്തികളെയോ വ്യക്തികളുടെ വാക്കുകളെയോ ഈ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന, മുസ്ലിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുന്ന ആളുകളായ ബിദ്അത്തിന്റെ ആളുകളുടെ നടപടിയാകുന്നു. ഇതാണ് ആ വാചകത്തിന്റെ ആശയം. അപ്പൊ നോക്കൂ, ഏതെങ്കിലും അള്ളാഹുവോ റസൂലോ അല്ലാത്ത ആളുകളെയോ അല്ലെങ്കിൽ വാക്കുകളെയോ മറ്റാരെങ്കിലും പഠിപ്പിക്കുന്ന മാർഗങ്ങളെയോ ദീനിൽ തെളിവായി കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ സ്വീകരിക്കുന്നത് ബിദ്അത്തിന്റെ ആളുകളുടെ നിലപാടാണ്. ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ കടന്നു വരുന്ന ഒരു പ്രത്യേക സമുദായമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ചില കൂട്ടങ്ങളുണ്ട്. അങ്ങനെ ഒരു കൂട്ടത്തെ മാത്രം നമ്മുടെ മനസ്സിൽ കാണേണ്ടതില്ല. മറിച്ച് ഖുർആനും സുന്നത്തും അല്ലാത്ത, അല്ലെങ്കിൽ സമൂഹം ഏകോപിച്ചിട്ടുള്ള ഇജ്മാഅുകളുമല്ലാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ പ്രമാണമായി സ്വീകരിക്കുകയോ അതിന്റെ പേരിൽ പ്രത്യേകമായ കൂറ് പുലർത്തുകയോ അത് സ്വീകരിക്കാത്തവരോട് പ്രത്യേക ശത്രുത പുലർത്തുകയോ ചെയ്യുന്ന ആരുണ്ടെങ്കിലും അവരൊക്കെ ബിദ്അത്തിന്റെ ആളുകളാണ്. കാരണം അത് ദലാലത്തിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് ആ ഒരു മാർഗം ശരിയല്ല എന്ന് നോക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ നമുക്ക് പരിശോധിച്ചാൽ കാണുന്നതും അത് തന്നെയാണ്. ഖുർആനും സുന്നത്തും അല്ലാത്ത കാര്യങ്ങളിൽ കടിച്ചു തൂങ്ങുകയും അല്ലെങ്കിൽ അത്തരം വ്യക്തികളിൽ കടിച്ചു തൂങ്ങുകയും അതിന്റെ പേരിൽ പ്രത്യേകമായ സ്നേഹവും അത് സ്വീകരിക്കാത്ത ആളുകളോട് പ്രത്യേകമായ ശത്രുതയും വെച്ച് പുലർത്തുന്ന മുസ്ലിം സമൂഹത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകളും പാർട്ടുകളുമാക്കി തിരിക്കുന്ന, പരസ്പരം ഇണങ്ങാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് ഈ ബിദ്അത്തിന്റെ ആളുകൾ സ്വീകരിച്ച നിലപാട് മുസ്ലിങ്ങളിൽ ചിലർ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ്. അഞ്ചാമത്തെ കാരണം, പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതാണ്. ബുദ്ധി മനുഷ്യർക്ക് മറ്റ് സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സവിശേഷതയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. മനുഷ്യന് നൽകപ്പെട്ട ബുദ്ധി ലോകത്ത് മറ്റാർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. അതേ രീതിയിൽ ചില പ്രത്യേക വിഷയങ്ങളിൽ ചില പ്രത്യേക കഴിവുകൾ ചില ജീവികൾക്കുണ്ടാകാം. എന്നാൽ മനുഷ്യന് നൽകപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങൾ വിവേചിച്ചറിയുവാനുള്ള ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രം നൽകപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിയെ മനുഷ്യൻ ഉപയോഗിക്കേണ്ടതുണ്ട്. ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ഏതെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ചുകൂടാ, അതിന്റെ പരിധി എന്താണ് എന്നതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ രണ്ടു തരം മനുഷ്യരെ നമുക്ക് കാണാം. ഒരു കൂട്ടം ആളുകൾ ബുദ്ധിയെ പൂർണ്ണമായി അവഗണിക്കുന്നവരാണ്, ബുദ്ധിക്ക് ഒരു സ്ഥാനമില്ല എന്ന് പറയുന്നവർ. മറ്റൊരു വിഭാഗം ആളുകൾ ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറത്ത് ലോകത്ത് ഒന്നുമില്ലെന്നും
മനുഷ്യന്റെ ബുദ്ധിക്കെതിരായ ഒന്നിനെയും അംഗീകരിക്കേണ്ടതില്ലെന്നും പറയുന്ന ആളുകൾ, അത്തരം ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു. വേറെ ചില ആളുകൾ മതത്തിന്റെ ആളുകളാണെങ്കിൽ തന്നെ മതത്തിലുള്ള ഖുർആനിന്റെ വാക്കുകളെയോ നബിയുടെ സ്ഥിരപ്പെട്ട ഹദീസുകളെയോ തങ്ങളുടെ ബുദ്ധി അതിന്റെ മേലെ കൊണ്ടുപോയി വെക്കുകയും അങ്ങനെ ആ ബുദ്ധിയുടെ താഴെ പ്രമാണങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകൾ നിരീശ്വരവാദികൾ പിഴച്ചതുപോലെ മതത്തിന്റെ ചിലപ്പോൾ പൂർണ്ണമായ മതനിഷേധത്തിലേക്കും അല്ലെങ്കിൽ ഭാഗികമായ മതനിഷേധത്തിലേക്കും അത് കൊണ്ടുപോകുന്നു. ഇന്ന് നാടുകളിൽ, നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ മതത്തിൽപ്പെട്ട ആളുകൾ മതവിരുദ്ധരായി മാറുന്നതിന്റെ ഒരു കാരണം ഇതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. വിദ്യാർത്ഥികൾക്കുള്ള കാരണവും ഇതുതന്നെയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരം ആളുകൾ അവരുടെ ബുദ്ധി കൊണ്ട് മതത്തെ അളക്കുകയും മതകാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് അവരുടെ വഴികേടുകൾക്ക് അവർ ന്യായമായി പറയാറുള്ളത്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യം ഇതാണ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഉറപ്പായ സത്യങ്ങൾ ഇന്നതാണ്, ഇതാകുന്നു ശരിയായ മസ്ലഹത്ത്, നന്മ, ഇതാണ് ലക്ഷ്യമായി കാണേണ്ടത് എന്നൊക്കെ പ്രമാണത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്ത് അവരുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ അവർ അവതരിപ്പിക്കും. ഇതിനെ യാഥാർത്ഥ്യമെന്നോ വസ്തുതയെന്നോ സത്യമെന്നോ അല്ലെങ്കിൽ യഥാർത്ഥ വായനയെന്നോ എന്ത് പേരിട്ടാലും ശരി, ഇവർ ചെയ്യുന്നത് മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കുകയും തങ്ങളുടെ ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ അളക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ ഈ പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നുപോകാൻ പാടില്ല എന്നത് ഹദീസുകളിലൂടെയും പണ്ഡിതന്മാരുടെ വാചകങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ ഉണ്ടായിത്തീരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഗുരുതരമായ അപകടങ്ങളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് സ്ഥാനമില്ലെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം, മറിച്ച് ബുദ്ധി എവിടെ ഉപയോഗിക്കണം? ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും അതിന്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ബുദ്ധി ആവശ്യമാണ്. പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ വിലയിരുത്തുവാനും അതിലൂടെ അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ കണ്ടെത്തുവാനും അങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുവാനും അതിലൂടെ യഥാർത്ഥ വിശ്വാസിയായി തീരുവാനും മനുഷ്യന്റെ ബുദ്ധിയെ ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ അതല്ല ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആനിനെയും ഹദീസിനെയും തങ്ങളുടെ ബുദ്ധി കൊണ്ട് വിലയിരുത്തുക, എന്നിട്ട് ഇത് എന്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് എതിരാണെന്ന് പറയുക. ഇത് ഇസ്ലാം പഠിപ്പിച്ച പരിധിക്കപ്പുറത്തു പോകലാണ്. കാരണം അള്ളാഹു എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ കാര്യവുമല്ല. പരലോകവും സ്വർഗവും നരകവുമാകട്ടെ അത്തരം കാര്യങ്ങളൊന്നും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താവുന്നവയോ വ്യാഖ്യാനിക്കാവുന്നവയോ അല്ല. അപ്പൊ ഇങ്ങനെ മനുഷ്യബുദ്ധിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ, മനുഷ്യബുദ്ധിക്കപ്പുറത്തുള്ള മനുഷ്യബുദ്ധിയെ സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. മനുഷ്യന്റെ കഴിവിന് അപ്പുറത്തുള്ള മതപരമായ കാര്യങ്ങളെ അല്ലാഹു നൽകിയ പരിമിതമായ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അത് പ്രമാണത്തിനപ്പുറത്ത് ബുദ്ധിയെ സ്ഥാപിക്കലാണ്. ഇതാണ് ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മതനിഷേധത്തിലേക്ക് എത്തുന്നു, ബിദ്അത്തിലേക്ക് എത്തുന്നു. അങ്ങനെ പോകുമ്പോൾ ഖുർആൻ തന്നെ നിഷേധിക്കേണ്ടി വരും. ഖുർആനിലുള്ള എത്രയോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, പൂർവ്വകാല സമുദായങ്ങളെക്കുറിച്ച് പറഞ്ഞത്, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്, സ്വർഗനരകങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായോ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ പിന്നെ നിരീശ്വരവാദി പറയുന്നതിൽ എന്താ അർത്ഥം, എന്താ കുഴപ്പം? ആ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ചാൽ ഖുർആൻ തന്നെ തള്ളേണ്ടി വരും. അപ്പൊ ഒരു കൂട്ടർ ഖുർആനിലുള്ളത് ഗതികേട് കൊണ്ട് അംഗീകരിക്കും. എന്നാൽ ഹദീസുകളെ വിലയിരുത്തുമ്പോൾ അവിടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുകയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഹദീസുകളെ തള്ളുകയും ചെയ്യുന്നു. ഇത് ഖുർആൻ തള്ളുന്നതിന് തുല്യം തന്നെയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ വഹിയാണ്, ഹദീസും അള്ളാഹുവിന്റെ വഹിയാണ്. ഒരു വഹിയെ തള്ളുന്നു, ഒരു വഹിനെ സ്വീകരിക്കുന്നു. ഇതൊരു മുസ്ലിമിന് പറ്റിയ പണിയല്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: പ്രമാണങ്ങളുടെ സാധുത പരിശോധിക്കുന്നിടത്ത് ഇത് സത്യമാണോ സത്യമല്ലാത്തതാണോ, സഹീഹാണോ സഹീഹല്ലാത്തതാണോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം മനുഷ്യന്റെ ബുദ്ധിയല്ല. കാരണം മനുഷ്യബുദ്ധി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതല്ല ഇത്. മനുഷ്യബുദ്ധിക്ക് അപ്പുറത്ത് നിന്ന് മനുഷ്യന് ബുദ്ധി നൽകിയ അള്ളാഹുവിന്റെ വഹിയാണ്. അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കലേ നിർവാഹമുള്ളൂ. ഇത് പൂർവ്വകാല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അഖീദയുടെ ഗ്രന്ഥം എഴുതിയ ഇമാം തഹാവി അദ്ദേഹത്തിന്റെ അഖീദ പുസ്തകത്തിൽ വലാ തസ്ബുതു ഖദമുൽ ഇസ്ലാം ഇല്ലാ അലാ അല്ലാഹിൽ തസ്ലീം വൽ ഇസ്തിസ്ലാം, അംഗീകരിക്കുക, കീഴ്പ്പെടുക എന്ന രണ്ട് കാര്യങ്ങൾക്ക് പുറത്തല്ലാതെ ഇസ്ലാമിന്റെ പാദം അടിയുറക്കുകയില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അപ്പൊ ഇസ്ലാമിന്റെ പാദം ഉറച്ചു നിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ, അത് ഖുർആനാകട്ടെ സുന്നത്താകട്ടെ, അതിനെ അംഗീകരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യണം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ശർഹ് ചെയ്തിട്ടുള്ള അബുൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ല അദ്ദേഹം ഇതിനെ വിശദീകരിച്ച് പറഞ്ഞത്, മനുഷ്യൻ ഇസ്ലാം സ്ഥിരപ്പെടുന്നത് അള്ളാഹുവിന്റെ
നസ്സുകൾ, രണ്ട് വഹീകളാകുന്ന നസ്സുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഖുർആനും സുന്നത്തുമാണ്. അത് അംഗീകരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യണം. അതിന് മനുഷ്യനെതിരാകാൻ പാടില്ല. തനിക്ക് നൽകപ്പെട്ട ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൊണ്ടോ തന്റെ അഭിപ്രായങ്ങൾ കൊണ്ടോ അതുപയോഗിച്ച് അവൻ നടത്തുന്ന തുലനങ്ങൾ കൊണ്ടോ ഖുർആനും സുന്നത്തുമാകുന്ന വഹീകളെ നേരിട്ടാൽ ആ നേരിടുന്നവന്റെ ഇസ്ലാമും സ്ഥിരപ്പെടുകയില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ചതായി സുഹ്രിയുടെ വാക്കായി ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഉദ്ധരിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് റിസാലത്ത് വരുന്നു, സന്ദേശം ഖുർആനിലൂടെ നബിയുടെ സുന്നത്തിലൂടെ രണ്ട് നിലക്ക് കിട്ടും. ആ രണ്ട് വഹീകളും രണ്ട് റിസാലത്തുകളും സന്ദേശങ്ങളും മനുഷ്യർക്ക് എത്തിക്കുക എന്ന പണിയാണ് നബിയുടേത്. മനുഷ്യരുടെ ബാധ്യതയോ അത്തസ്ലീം, ഖുർആനും സുന്നത്തുമാകുന്ന വഹീനെ അംഗീകരിക്കുക, കീഴ്പ്പെടുക എന്നതാണ്. നോക്കൂ, ഈ വാചകത്തിൽ മനുഷ്യൻ പ്രമാണങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം, അതിന് മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചുള്ളത് മാത്രമാണോ അതല്ല അതിനപ്പുറത്തുള്ളതാണോ, അള്ളാഹു പറഞ്ഞുവോ റസൂല് പറഞ്ഞുവോ എന്ന് സ്ഥിരപ്പെട്ടാൽ അംഗീകരിക്കുകയാണോ ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ ബിദ്അത്തുമായി ഇവിടെ എന്താ ബന്ധം? ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്കാണല്ലോ ബിദ്അത്ത് എന്ന് പറയുന്നത്. ആ കാര്യങ്ങളെ മതത്തിന്റെ ഭാഗമായി ആളുകൾ വിലയിരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുർആനിലും ഹദീസിലും പറഞ്ഞതിന് അപ്പുറത്ത് ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, ഞങ്ങളുടെ ബുദ്ധിയിൽ ഇന്നാലിന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, അതുകൊണ്ട് ഇത് ശരിയാണ് എന്ന് ചില ആളുകൾ പറയും. അത് പറയുമ്പോൾ വേറെ ചില ആളുകൾ അതും ദീനായി സ്വീകരിക്കും. അപ്പൊ ഇവിടെ എന്തിനാ പ്രാധാന്യം? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രമാണത്തിനാണോ ഈ ആളുകൾ പടച്ചുണ്ടാക്കിയ ബുദ്ധിക്കാണോ? നേരത്തെ പറഞ്ഞ 7 കിതാബുകളിൽ കാണുന്ന, മാലപ്പാട്ടുകളിൽ കാണുന്ന, അതല്ലാതെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള പറയുകയും പാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബിദ്അത്തുകളിൽ പലതും പരിശോധിച്ചാൽ എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ അത് ഇന്ന ആള് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പ്രമാണത്തെക്കാൾ എന്തിന് പ്രാധാന്യം കൊടുത്തു? ഈ ആളുകളുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ മനുഷ്യബുദ്ധി കൊണ്ട് നിർമ്മിക്കേണ്ടതല്ല അള്ളാഹുവിന്റെ മതവും മതത്തിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങൾ. ആറാമത്തേത് അവ്യക്തമായ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾക്ക് പഴുതുള്ള കാര്യങ്ങളും പഴുതില്ലാത്ത കാര്യങ്ങളും രണ്ടും ഉണ്ടാവും. ഖുർആനിൽ അത്തരം കാര്യങ്ങളുണ്ട്. വ്യാഖ്യാനത്തിന് പഴുതുള്ളവയുണ്ട്, മുത്തശാബിഹാത്ത് പരസ്പര സദൃശമായ കാര്യങ്ങൾ, മുഹ്കമാത്ത് വ്യാഖ്യാനത്തിന് പഴുതില്ലാത്ത സുദൃഢമായ നേർക്കുനേരെ വ്യക്തമാകുന്ന കാര്യങ്ങളും ഖുർആനിലുണ്ട് എന്ന് സൂറത്തു ആലു ഇമ്രാനിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചു. എന്നാൽ അതിൽ 2 തരം നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. സുദൃഢമായ കാര്യങ്ങളെ സ്വീകരിക്കുകയും എന്നാൽ പരസ്പര സദൃശമായ വ്യാഖ്യാനത്തിന് പഴുതുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അള്ളാഹു പറഞ്ഞതാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്ന് അംഗീകരിച്ച് കീഴ്പ്പെടുകയോ അല്ലെങ്കിൽ അതറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്ന ആളുകൾ. എന്നാൽ രണ്ടാമത്തെ ഒരു കക്ഷിയുണ്ട്. ആ കക്ഷിയാര? അവർ ദൃഢമായ കാര്യങ്ങളെ വിട്ടേക്കുകയും വ്യാഖ്യാനത്തിന് പഴുതുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോവുകയും എന്നിട്ട് അത് അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ എന്നിട്ട് അതിനെ കീറി മുറിച്ച് അതിന്റെ ഓരോ ഇഴയും കീറി പരിശോധിച്ചുകൊണ്ട് അതിൽ 100,000 അഭിപ്രായങ്ങൾ പറഞ്ഞ് പിഴവിലേക്ക് പോവുകയും ആളുകളെ പിഴപ്പിക്കുന്ന മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ 2 തരം ആളുകളുണ്ടെന്ന് ഈ ആയത്തിൽ തന്നെ പറയുന്നു. അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അല്ലദീന ഫീ ഖുലൂബിഹിം സയ്യിദുൻ, ഹൃദയത്തിൽ വഴികേടുള്ള മനുഷ്യന്മാരാകുന്നു അവർ ഈ മുഹക്കമിനെ വിട്ട് മുത്തശാബിഹയെയാണ് പിൻപറ്റുക. ഈ ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിൽ പറഞ്ഞ ഈ മനസ്സിൽ രോഗമുള്ള മുത്തശാബിഹിനെ പിൻപറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത് ഫൈദാ റഅയ്തുമുൽ ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു, ഖുർആനിൽ നിന്ന് ഈ മുത്തശാബിഹായ കാര്യങ്ങളെ പിൻപറ്റുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ ഫഉലൈക അല്ലദീന സമ്മല്ലാഹ്, ആ ആളുകളെയാകുന്നു അല്ലാഹു പേരിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫഹ്ദറൂഹും, ഈ പരസ്പര സദൃശമായ വ്യാഖ്യാനത്തിന് പഴുതുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ അവരെ കരുതിക്കൊള്ളണം, സൂക്ഷിച്ചുകൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ഈ താക്കീത് ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ്. ഇവിടെയും ബിദ്അത്തുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ മുതശാബിഹാത്തായ കാര്യങ്ങൾക്ക് പിന്നാലെ പോയി മതത്തിലില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവർ സമൂഹത്തെ പിഴപ്പിക്കുന്നു. അപ്പൊ ബിദ്അത്തുമായും ഈ ആയത്തിന് ബന്ധമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ പലരും ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. സയഅതി നാസു യുജാദിലൂനക ബിശുബ്ഹാത്തിൽ ഖുർആനി ഫഖുദൂഹും ബിസ്സുനൻ ഫഇന്ന അസ്ഹാബസ് സുനനി അഅലമു ബികിതാബില്ലാ. ഉമർ ഖത്താബ് പറയാൻ, അല്ലാഹുവിന്റെ ഗ്രന്ഥമാകുന്ന ഖുർആനിലുള്ള പരസ്പര സദൃശമായ ശുബ്ഹാത്തുകളായ കാര്യങ്ങളെ പിടിച്ചുകൊണ്ട് നിങ്ങളോട് തർക്കിക്കുന്ന വല്ല മനുഷ്യന്മാരെയും നിങ്ങൾ കണ്ടാൽ ഈ തർക്കത്തിന്റെ ആളുകളെ
സുന്നത്തുകൾ കൊണ്ട് നിങ്ങൾ പിടികൂടണം എന്നാണ് അവർക്കുള്ള മറുപടി നിങ്ങൾ നബിന്റെ ഹദീസ് കൊണ്ട് കൊടുക്കണം. കാരണം അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച് ഏറ്റവും അറിയുന്നവർ സുന്നത്തറിയുന്നവരാണ്. അപ്പൊ സുന്നത്ത് സ്വീകരിക്കാതെ ആയത്തുകളിൽ പിടിച്ചു തൂങ്ങി ദുർവ്യാഖ്യാനം നടത്തി പഴപ്പിക്കാൻ വരുന്ന ആളുകൾക്കുള്ള മറുപടി അള്ളാഹുവിന്റെ രണ്ടാമത്തെ വഹിയായ സുന്നത്ത് കൊണ്ട് നിങ്ങൾ കൊടുക്കണം എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താബിഈകളിൽപ്പെട്ട അബൂ ഖിലാബ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ ദേഹേച്ഛയുടെ ആളുകളോടൊപ്പം നിങ്ങൾ ഇരിക്കുകയോ അവരോട് നിങ്ങൾ തർക്കിക്കുകയോ ചെയ്യരുത്. കാരണം എന്താ, അങ്ങനെ നിങ്ങൾ അവരോടൊപ്പം തർക്കിക്കാനോ ഇരിക്കാനോ പോയാൽ അവരുടെ വഴികേടുകളിൽ നിങ്ങളെ അവർ മുക്കിക്കളയുകയും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കുമേൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് അവരെക്കുറിച്ച് ഞാൻ നിർഭയനാകുന്നില്ല. അപ്പൊ എന്താ, അവരെ കൂടെ പോയാൽ നമ്മുടെ ഇൽമുള്ള തന്നെ ഇൽത്തിബാസ് ഉണ്ടാക്കും, അവരുടെ വഴികളിൽ നമ്മുടെ മുക്കിക്കളയും, നമ്മളും അതിന് അനുയായികളായി മാറും എന്ന് ബിദ്അത്തിന്റെ അതുപോലെ തന്നെ ഇത്തരം ആളുകളെ കുറിച്ച് അബൂ ഖിലാബ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഴാമത്തെ കാരണം സ്ഥിരപ്പെട്ട പ്രമാണങ്ങളെ, ഖുർആനും സ്ഥിരപ്പെട്ട ഹദീസുകളും അതുപോലെ സഹാബത്താകുന്ന പൂർവികരായ ആളുകൾ അംഗീകരിച്ച് സമൂഹത്തിന് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളും വിട്ട് ദുർബലമോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമോ ആയ ഹദീസുകൾക്കോ അല്ലെങ്കിൽ ആളുകളുടെ വാക്കുകൾക്കോ അതോ സ്വീകരിച്ചുകൊണ്ട് അതിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രമാണം വിട്ട് അതിനപ്പുറത്തുള്ള ദുർബലമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആളുകൾ, ഈ ആളുകൾ ബിദ്അത്തിന്റെ ആളുകളായി മാറും, അല്ലെങ്കിൽ ബിദ്അത്തിലേക്കുള്ള ഒരു വഴിയാണ്. കാരണം എന്താ, ഖുർആനും സുന്നത്തും വിട്ട് ദുർബലമായതോ അല്ലെങ്കിൽ ആളുകൾ പഠിച്ചുണ്ടാക്കിയതോ ആയ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ മതത്തിലില്ലാത്ത കാര്യങ്ങൾ കടന്നു വരും. അപ്പൊ അത് ബിദ്അത്തിന് കാരണമായി. ഇത് രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാ മുസ്ലിമിന്റെ ഹദീസ് ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമായ ശറഹുൻ നവവിയിൽ 1-ാം വാള്യം 70-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാം, അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ച് കളവ് പറയുക എന്നത് ഹറാമാണ്. എന്നാൽ ആ കളവ് പറയുന്നത് ഹറാമാണ് എന്ന വിഷയത്തിൽ മതത്തിന്റെ വിധികൾ ഉൾക്കൊള്ളുന്ന വിഷയത്തിലാകട്ടെ വിധികളൊന്നും ഇല്ലാത്ത കാര്യങ്ങളിലാകട്ടെ ഏത് കാര്യത്തിൽ കളവ് പറഞ്ഞാലും രണ്ടും ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത് പാടുണ്ട്, ഇന്നത് പാടില്ല, ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ മാത്രമല്ല, അതിൽ കളവ് പറയാൻ പാടില്ല, അല്ലാത്തതിലും നബിന്റെ പേരിൽ കളവ് പറയാൻ പാടില്ല. ഏതുപോലെ അദ്ദേഹം തന്നെ പറയുന്നു, മനുഷ്യരെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രേരിപ്പിക്കാൻ ആ വിഷയമായാണെങ്കിലും തിന്മയെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ പേടിപ്പിക്കുന്ന വിഷയമാണെങ്കിലും ശരി, ഇനി വയല് പറഞ്ഞ ആളുകളെ നന്നാക്കാൻ വേണ്ടിയാണെങ്കിലും ശരി, ഇതല്ലാത്ത കാര്യമാണെങ്കിലും ശരി, അതിലൊന്നും ഒരു മതത്തിന്റെ ഹുക്കുമ് പറയുന്നില്ല. പോലീസക്ക് വേണ്ടി പേടിപ്പിക്കാൻ, ആൾക്കാരെ നന്നാക്കാൻ ഒരു പേടി കുടുങ്ങിയിട്ട് ആളുകൾ നന്നാകാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നബി പറയാത്ത അള്ളാഹു പറയാത്ത പ്രമാണത്തിലില്ലാത്ത കാര്യങ്ങൾ, ദുർബലമായ കാര്യങ്ങൾ പറയുന്നതും അതും ഹറാമായ സംഗതിയാണ്. കാരണം എന്താ, നബി അങ്ങനെ പറഞ്ഞിരിക്കുന്നു, മഹാനായ പ്രവാചകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ദുർബലമായ കാര്യങ്ങൾ വെച്ച് പറഞ്ഞാൽ അത് നബിന്റെ പേരിൽ കളവ് പറയലാണ്. അപ്പൊ നബി കൽപ്പിച്ചിരിക്കുന്നു, നബി വിലക്കിയിരിക്കുന്നു എന്ന് നബി പറയാത്ത ഒരു വിധി പറയുന്നത് പോലെ തന്നെയാണ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ട്, ഇന്നത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ കളവാകുന്നു. രണ്ടായാലും ഫകുല്ലുഹു ഹറാം, രണ്ടും ഹറാമാണ്. മിൻ അക്ബരിൽ കബായിർ, വൻപാപങ്ങളിൽ പെട്ടതാകുന്നു അത്. അതുപോലെ തന്നെ മ്ലേച്ഛമായ കാര്യങ്ങളിൽപ്പെട്ട് വെച്ച് ഏറ്റവും മ്ലേച്ഛമായ കാര്യമാണ് ഇത്. സമൂഹത്തിൽ പരിഗണിക്കപ്പെടാവുന്ന പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായമാകുന്നു എന്നുകൂടി നവവി രേഖപ്പെടുത്തുന്നു. മൂപ്പരഭിപ്രായമല്ല, ഒന്നായി പ്രമുഖരായ പണ്ഡിതൻ പറഞ്ഞ വാക്കാണ്. അപ്പൊ നോക്കൂ, സമൂഹത്തിലുള്ള വിദേത്തുകൾ പരിശോധിച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ കാരണമായി പറഞ്ഞതുപോലെ അതിന്റെ പിന്നിൽ ഹദീസോ ആയത്തുണ്ടോ? ഇല്ല. പിന്നെന്താ, അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ദുർബലമായ ഹദീസുകൾ. നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിൽ ദഅവത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവരുടെ പള്ളികളിലും അല്ലാത്തവരുടെ ചില പള്ളികളിലും കയറി അസർ കഴിഞ്ഞിട്ട് ജമാഅത്തുൽ ചില ബുക്ക് വായിക്കുന്നുണ്ട്. തബ്ലീഗിന്റെ ആളുകൾ ഈ വായിക്കുന്ന കിതാബിൽ എന്താ ഉള്ളത്? അതിലുള്ള 90% കാര്യങ്ങൾ പരിശോധിച്ചാലും ഖുർആനോ ഹദീസോ ആവുകയില്ല. ഇനി ഹദീസാണെങ്കിൽ തന്നെ സഹീഹായത് വളരെ അപൂർവമായിരിക്കും. ബാക്കിയുള്ളത് ദുർബലമായ കാര്യങ്ങൾ, ഏതെങ്കിലും ഇമാമിങ്ങളോ ഹോജാക്കന്മാരോ സ്വപ്നം കണ്ട കാര്യങ്ങൾ, ആ സ്വപ്നത്തിന് വേറെ ചില ആളുകൾ വ്യാഖ്യാനം പറഞ്ഞത്, അല്ലെങ്കിൽ ആരോ പടച്ചുണ്ടാക്കിയ ചില വാക്കുകൾ, ഇത് പറഞ്ഞിട്ടാണ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. ആളുകളെ നന്നാക്കാനാണ് ലക്ഷ്യം. നല്ലതാണ്. നേരത്തെ പറഞ്ഞ തർഹീബ്, പ്രോത്സാഹിപ്പിക്കുക, പേടിപ്പിക്കുക, എന്നിട്ട് മതത്തിലേക്ക് കൊണ്ടുവരിക. ഇതിന് കള്ളക്കഥയുടെ ആവശ്യമില്ല. അങ്ങനെ നബിന്റെ പേരിൽ പറഞ്ഞാൽ അത് നരകം കിട്ടുന്ന കാര്യമാകുന്നു. നബിന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ
എന്ന് നബി താക്കീത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇപ്പറഞ്ഞ വിഷയത്തിൽ കളവ് പറഞ്ഞാലും ആ സീറ്റിലേക്കാണ് പോവുക, അല്ലാതെ സ്വർഗത്തിലേക്ക് പോവുകയില്ല. അപ്പൊ ഇത് സമൂഹത്തിൽ ദൈവത്തിന്റെ തന്നെ ഒരു ഭാഗമായി ചില ആളുകൾ സ്വീകരിച്ചിരിക്കും. വേറെ ചില ആളുകൾ പാതിരാവയലുകളിലും പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ ബിദ്അത്തായ കാര്യങ്ങൾ സ്ഥാപിക്കുവാനും അള്ളാഹുവിന്റെ റസൂല് പറയാത്ത കാര്യങ്ങൾ, ദീനിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ, മറ്റുള്ള ദുർബലമായ ഹദീസുകളെ പൊക്കിക്കൊണ്ടുവന്ന് സ്വഹീഹായ ഹദീസുകളെ മൂടിവെച്ച് ബിദ്അത്തുകൾ ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എട്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അൽ ഗുലൂവ്, അതിരുകവിയൽ എന്നതാണ്. അതിന്റെ വ്യത്യസ്തമായ ഒരുപാട് വശങ്ങളുണ്ട്. ബിദ്അത്തിന്റെ വിഷയത്തിലുള്ള അതിരുകവിയൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ അതിരുകവിയൽ എന്ന് പറഞ്ഞാൽ വിശ്വാസകാര്യങ്ങളാകട്ടെ, വാക്കുകളാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, ആളുകളെ മദഹ് ചെയ്യലാകട്ടെ, ഏത് കാര്യമാണെങ്കിലും ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള പരിധിക്ക് അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയാൽ അത് അതിരുകവിയലാണ്. കാരണം മതം പഠിപ്പിച്ചതാണ് പരിധി, ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ അത് അതിരുകവിയലാണ്. അപ്പൊ ഇസ്ലാം പഠിപ്പിച്ച ദീനിന് അപ്പുറത്ത് വേറൊരു ദീൻ ഒരാളുണ്ടാക്കിയാൽ, പഠിപ്പിക്കാത്തൊരു കാര്യം ഒരാളുണ്ടാക്കിയാൽ, അത് മദ്ഹാകട്ടെ, പോരിശയാകട്ടെ, മൗലിദാകട്ടെ, സുന്നത്തിന്റെ പേരിലാകട്ടെ, ആഘോഷമാകട്ടെ, എന്താകട്ടെ, എന്തുണ്ടാക്കിയാലും ശരി അത് മതത്തിന്റെ പരിധി വിട്ടുകിടക്കലാണ്. സൂറത്തു നിസായിലെ 171 വചനത്തിൽ ജൂത ക്രിസ്ത്യാനികളായ ആളുകളോട് അള്ളാഹു ചോദിക്കുകയും പറയുകയും നമുക്ക് കാണാം, അഹ്ലു കിതാബിന്റെ ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരുകവിയരുത്, അള്ളാഹുവിന്റെ മേൽ ഹക്കല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഈസ എന്ന് പറയുന്നത് മറിയമിന്റെ പുത്രനും അള്ളാഹുവിന്റെ ദൂതനും മാത്രമാകുന്നു. അപ്പൊ എന്താ ഈ ആയത്തിൽ ഇതെന്താ അവരോട് പറയാൻ കാരണം? ഈസ അള്ളാഹുവിന്റെ പ്രവാചകനും മറിയമിന്റെ പുത്രനുമാണ് എന്നത് വിട്ട് ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോയിട്ട് ഈസ അള്ളാഹുവിന്റെ പുത്രനാണെന്നും അള്ളാഹുവിന്റെ 3 അംശങ്ങളിൽ ഒന്നാണെന്നും പരിധി വിട്ട വർത്തമാനം പറഞ്ഞു. ഇത് ഗുലുവാൻ. ഇനി നോക്കൂ, ഇതേ ഗുലുവ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല. ഇത് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച ഗുലുവാണെങ്കിൽ ജൂതന്മാർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്കുണ്ടായ പിഴവ് പോലെ മുസ്ലിങ്ങളായ ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നെ ജൂത ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ അമിത പ്രശംസ നടത്തരുത്, പുകഴ്ത്തരുത്. എന്നാൽ ഈസാ നബിയെ അള്ളാഹുവിന്റെ അടിമ എന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ പുത്രൻ എന്നതിലേക്ക് ഉയർത്തി. നല്ല മദ്ഹാൻ അവരുടെ വീക്ഷണപ്രകാരം. പക്ഷെ ഇത് പരിധിവിടലാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ അങ്ങനെ ആക്കരുത്. ഫൈന്നമാ അന അബ്ദുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാകുന്നു. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണ് എന്ന് മാത്രമേ നിങ്ങൾ പറയാവൂ. എന്നാൽ ക്രിസ്ത്യാനികൾ നബിയെ കുറിച്ച് പറഞ്ഞതുപോലെ, ജൂതന്മാർ ഉസൈനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ ഇവിടെ ഉണ്ടാക്കിയ ഗുലുബന്ധാൻ പരിധി വിട്ട് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് നബിയെ ഉയർത്തി. അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നതിന് പകരം നബിയോട് ഹിദായത്ത് ചോദിക്കുന്നു. അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നതിന് പകരം നബിയോട് സ്വർഗം ചോദിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് നരകശിക്ഷ തേടുന്നതിന് പോലെ നബിയിൽ നിന്ന് നരകശിക്ഷ തേടുന്നു. അള്ളാഹുവിനോട് ശഫായത്ത് ചോദിക്കുന്നത് പോലെ നബിയോട് ശഫായത്ത് ചോദിക്കുന്നു. ഇതൊക്കെ എന്താ? പരിധി വിടലാണ്. അള്ളാഹുവിന്റെ അടിമ പ്രവാചകൻ എന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ അതേ കഴിവുള്ള അള്ളാഹുവിനോട് ചോദിക്കാവുന്ന കാര്യങ്ങൾ ചോദിക്കാവുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ഇത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പറ്റിയ പിഴവാണ് മുസ്ലിങ്ങളായ ആളുകൾക്ക് സംഭവിച്ചത്. ഇതെന്താണ്? ഇത് ബിദ്അത്താണ്. മറ്റത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടാക്കിയ ബിദ്അത്ത്, ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ബിദ്അത്ത്. അള്ളാഹുവിന്റെ പ്രവാചകനെ പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് അതിൽ ശിർക്കുണ്ടാക്കുക, ബിദ്അത്തായ കാര്യങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ ഹദീസിലൂടെയും ഖുർആനിലൂടെയും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നാം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും പിഴവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഖുർആനിനെയും സുന്നത്തിനെയും സഹാബത്ത് അല്ലെങ്കിൽ ഉമ്മത്ത് ഏകോപിച്ചെടുത്തിട്ടുള്ള തീരുമാനങ്ങളെയും അംഗീകരിക്കുക, അതിന്റെ പിന്നാലെ പോവുക എന്നതാണ്. ഇതല്ലാത്ത ഏതിന്റെ പിന്നാലെ പോയാലും അത് ബിദ്അത്തിലേക്ക് എത്താനുള്ള കാരണങ്ങളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവയിൽ നിന്ന് നമ്മെ കാത്തുസൂക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. 9ാമത്തെ കാര്യം, അമുസ്ലിങ്ങളായ ആളുകളോട്, എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് സാദൃശ്യപ്പെടലും അവരെ അനുകരിക്കലും ഇതും വിദേഹത്ത് പകരാനുള്ള ഒരു കാരണമാണ്. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞ ഈസാ നബിയുടെ കാര്യത്തിൽ ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ ഉസൈറിന്റെ കാര്യത്തിൽ ജൂതന്മാർക്കും ഉണ്ടായ കാര്യങ്ങളെന്തോ അത് മുസ്ലിങ്ങളും പിൻപറ്റി അവരോട് സാദൃശ്യരായി. അപ്പൊ എന്തായി? നബിയെ അവർ ചെയ്തതുപോലെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയുന്നില്ലെങ്കിലും അള്ളാഹുവിന് സമനായി, തുല്യനായി. നബി പോകട്ടെ, ഇവിടെ ഈ CM മടവൂർ എന്ന് പറയുന്ന
10 വർഷത്തിലധികം തനി ഭ്രാന്തനായി താമസിച്ച ഒരു റൂമിൽ പീടികൾക്ക് മുകളിൽ ആരുമായി ബന്ധമില്ല സ്ഥാപിച്ച ആ ഒരു മനുഷ്യനെ എന്ത് ചെയ്തു? അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. ഇതൊക്കെ എന്താണ്? മറ്റുള്ളവരോട് സാദൃശ്യപ്പെടലാണ്, അവരുടെ നടപടികളെ പിൻപറ്റലാണ്. ഇതിനൊക്കെ എല്ലാ ശിർക്കിനും പൂർവികരിൽ മാതൃകയുണ്ട്. ആ വഴിക്ക് അതേ വഴിയെ മുസ്ലിങ്ങൾ സഞ്ചരിക്കുന്നു. ഇതിന് വേറെ പല കാര്യങ്ങളിലേക്ക് പരിശോധിച്ചാൽ, ഇപ്പൊ ബർത്ത്ഡേ ആഘോഷം, അത് സ്വന്തം മക്കളുടെ പേരിലാണെങ്കിലും നമ്മളെ പേരിലാണെങ്കിലും അതിന്റെ പേരിൽ വീട്ടിലോ ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണെങ്കിലും മുട്ടായി വിതരണമാണെങ്കിലും കേക്ക് മുറിക്കലാണെങ്കിലും എന്തായാലും ശരി, ആളുകളുടെ ബർത്ത്ഡേ ആഘോഷം അതിനേക്കാൾ വലുതല്ല നബിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുക. നബിന്റെ ബർത്ത്ഡേ വിധേയത്താണ് എന്ന് പറയുന്ന മുജാഹിദുകളും സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കുന്നു, വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, കുട്ടികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ. അപ്പോ മറ്റത് വിധേയത്വം, ഇത് സുന്നത്തുമാകുന്നത് എങ്ങനെയാണ്? ഇവിടെ എന്താണ്? മറ്റുള്ളവരെ ആഘോഷങ്ങളെ പിൻപറ്റുകയാണ്. ഇതുപോലെ നാട്ടിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളെയും അനുകരിച്ചുകൊണ്ട് അതിന്റെയൊക്കെ പിന്നാലെ പോകുന്നു. ഇത് വേഷത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഏത് കാര്യങ്ങളിലാണെങ്കിലും ശരി, അനുകരിക്കുക എന്നത് വിദേഹത്തിലേക്ക് പോകുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും പണ്ടൊക്കെ വീടിന്റെ മുകളിൽ സ്ഥാപിച്ച കൊട്ടയിലൂടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിയെങ്കിൽ, അതായത് ഡിഷിലൂടെ വീടിനകത്തളത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ, ഇന്ന് വീടിന് മുകളിലുള്ള കൊട്ടയില്ലാതെ തന്നെ വയറുണ്ടായാലും വയറില്ലെങ്കിലും നമ്മുടെ ഫോണുകളിലൂടെ ഇറങ്ങി വരുന്നു. ഇങ്ങനെ കണ്ടതിന്റെ പിന്നാലെ എല്ലാം മനുഷ്യൻ പോകുന്നു. വേഷം തന്നെ പരിശോധിച്ചാൽ ഇന്ന് സ്ത്രീകളുടെ വേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പുരുഷന്റെ വേഷം പോലെ നെരിയാണിക്ക് മുകളിലുള്ള പാന്റ്, അരവരെ കീറുള്ള ചുരിദാറുകൾ, തൊലി മറച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ വിഷയം പരിശോധിച്ചാലും ഇതൊക്കെ വളരെ കടുത്ത തൗഹീദിന്റെ ആളുകളെന്നും സുന്നത്തിന്റെ ആളുകളെന്നും വിദേഹത്തിന്റെ എതിരാളികളെന്നും പറയുന്ന സംഘടനക്കാരുടെയും സംഘടനാ നേതാക്കന്മാരുടെയും മൗലവിമാരുടെയും ഖത്തീബുമാരുടെയും ദഅവത്ത് നടത്തുന്നവരുടെയും ഒക്കെ മക്കളും ഭാര്യയും പെങ്ങളും അവരൊക്കെ പരിശോധിച്ചാൽ നമുക്ക് നടുറോട്ടിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കോലത്തിലാണ്. കാരണം എന്താ? മറ്റുള്ളവരെ പിന്തുടരുന്നു. എന്താണോ നാട്ടിൽ ഫാഷനായി വരുന്നത് അതിന്റെ പിന്നാലെ ആളുകൾ ഓടുകയാണ്. അപ്പൊ ഇതൊരു വിദേഹത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഹറാമിൽ പോലും ഷിർക്കിൽ പോലും മതവിരുദ്ധമായ കാര്യങ്ങളിൽ പോലും സമൂഹം മറ്റുള്ളവർക്ക് പിന്നാലെ ഓടുന്നു. ഒരു മുസ്ലിമിന് ഇങ്ങനെ ആകാൻ കഴിയുമോ? ഇതൊരു വിദേഹത്തിന്റെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് വിഷയമാണെങ്കിലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ ലബ്ബിൻ ലദഖൽതുമൂഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ നടപടിക്രമങ്ങളെ അല്ലെങ്കിൽ മാർഗങ്ങളെ, വഴികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിൽ പോയി കയറും. എന്തിനാ കയറിയ നോക്കൂല, ഓ മാളത്തിൽ കയറിയോ നിങ്ങളും പോയി കയറും. എന്നാ മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിന്റെ പിന്നാലെ പോകും. ആരോടാണ് നബി പറയുന്നത്? നിങ്ങൾ. ഇതിന്റെ ഒന്നാമത്തെ സംബോധിതരായ സഹാബത്തിനോടായി പറയുന്നത്. അപ്പൊ ആ സഹാബത്തിനോട് പോലും പ്രവാചകനെ താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളെ ഇഞ്ചോടിഞ്ച് പിൻപറ്റുമെന്നാണോ? അപ്പൊ നബി ചോദിച്ചു, ഫമൻ, പിന്നെ ആരാ? ഇവരല്ലാതെ പിന്നെ ആരെയാണ്? അപ്പൊ നോക്കൂ, ഇതിന്ന് യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു. മുമ്പത്തേനേക്കാൾ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളായ ആളുകളിൽ മഹാഭൂരിപക്ഷവും കണ്ടതിനും തൊട്ടതിനുമൊക്കെ മാതൃകയായി സ്വീകരിക്കുന്നത്, ഇഞ്ചോടിഞ്ച് പിന്തുടരുന്നത് ഈ പിഴച്ച അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവെന്ന് നമ്മൾ വിശ്വസിക്കുന്ന 17 റക്അത്തുകളിൽ ദിവസവും പ്രാർത്ഥിച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് ഫാത്തിഹയിൽ പറഞ്ഞ ജൂത ക്രിസ്ത്യാനികളുടെ നടപടിക്രമങ്ങൾക്ക് പിന്നാലെയാണ്. നമ്മുടെ വീടുകളും നമ്മുടെ മക്കളും കുടുംബവും വേഷവും ഭൂഷാദികളും വസ്ത്രങ്ങളും മുടിയും അലങ്കാരങ്ങളും നഖവും എന്നുവേണ്ട എല്ലാ സംഗതികളും ഇവരെ പിൻപറ്റുന്നതിൽ ആകെ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രവാചകൻ താക്കീത് നൽകിയ ആളുകൾ അത് നമ്മൾ തന്നെയല്ലേ എന്നത് നമ്മോട് ഓരോരുത്തരും നമ്മൾ ചോദിക്കുക. ഇത് അന്ന് സഹാബത്തിനോട് പറഞ്ഞു, പിൽക്കാലത്ത് ഇതുണ്ടായി, ഇപ്പോൾ അതിൽ മുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാകുന്നു ഇത്. 10ാമത്തെ കാര്യം അവസാനമായി പറയാനുള്ളത് പണ്ഡിതന്മാരുടെ മൗനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തമായ തെളിവുകളെയും മാർഗദർശനത്തെയും അല്ലാഹുവിന്റെ കിതാബിലൂടെ ജനങ്ങൾക്ക് നാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അതിനെ മറച്ചുവെക്കുന്ന ആളുകളെ കുറിച്ച് സൂറത്തുൽ ബഖറയിലെ 159ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലഈനൂൻ. അല്ലാഹുവിന്റെ നിയമങ്ങൾ മൂടിവെക്കുന്ന ആളുകളെ അല്ലാഹു ശപിക്കുന്നു, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നു എന്നാണ്. ഇനി ശപിക്കാൻ ആരും ബാക്കിയില്ല. അള്ളാഹിന്റെ ശാപം തന്നെ മതി. അള്ളാഹുവിന്റെ ശാപമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റുകയും അട്ടിയോടിക്കുകയും ചെയ്യുക എന്നതാണ്. ഓന്റെ കാര്യം പിന്നെന്താ? ദുനിയാവ് ആഖിറത്ത് നക്കാൻ. അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് നമ്മളെ അകറ്റി മാറ്റുന്നു, ആട്ടിയോടിക്കുന്നു. അതാണ് ലഅനത്ത്. അപ്പൊ അള്ളാഹുവിന് ലഅനത്ത്
ലഅനത്ത് ഈ ആളുകൾക്കുണ്ട്. ഇനി ഈ ആളുകൾക്കെതിരിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ ശപിക്കുന്ന മുഴുവരുടെയും ശാപ പ്രാർത്ഥനയും ഈ സത്യം മൂടിവെക്കുന്ന, പ്രമാണം മൂടിവെക്കുന്ന ആളുകൾക്കുണ്ട് എന്നതാണ്. ഇന്ന് സമൂഹത്തിൽ വിധേയത്വം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇത് തെറ്റാണ്, ഇന്നതാണ് ശരി എന്ന് പഠിപ്പിക്കാൻ അതറിയുന്ന ആളുകൾ പോലും പരസ്യമായി തയ്യാറാകുന്നില്ല എന്നതാണ്. അപ്പോ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു, അയാളെന്താ മിണ്ടാത്തത്, അപ്പൊ അയാളെ എതിർത്തിട്ടില്ലല്ലോ, അപ്പൊ അത് ശരിയായിരിക്കും. എന്നാൽ വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണം, ആര് ചെയ്താലും ശരി, ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള പ്രമാണം മനസ്സിലാക്കിയ വിവരമുള്ള ആളുകൾ ഉണ്ടാകണം. പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാലും കുറ്റക്കാരനാണ്. കാരണം എന്താ, ബനീ ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ശനിയാഴ്ച മീൻ പിടിക്കാൻ ഒരുങ്ങിയ ആളുകളെ വിലക്കിയവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വേറെ കുറെ ആളുകൾ വിലക്കാൻ പോയില്ല. എന്തിനാ നമ്മള് പറയപ്പെട്ടോ, ഒരു പിടിക്കാക്കത്ത് ചെയ്തോട്ടെ. ഈ രണ്ടു കൂട്ടരെയും ഖുർആൻ ആക്ഷേപിച്ചാണ് പറഞ്ഞത്. അപ്പോ സത്യം പറയേണ്ടടുത്ത് പറയാതിരിക്കുകയോ തിന്മയെ വിലക്കേണ്ടടുത്ത് വിലക്കാതിരുന്ന് മൗനം പാലിക്കുകയോ ചെയ്യുക എന്നത് പണ്ഡിതന്മാർക്കുണ്ടാകേണ്ട ഗുണമല്ല. അങ്ങനെ ഉണ്ടായാൽ അത് ഇൽമിനെ മറച്ചുവെക്കലാണ്. അതുകൊണ്ട് ആ പണി ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് ശാപമുണ്ട് എന്ന താക്കീതാകുന്നു അള്ളാഹു നൽകുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഇതൊരു വെറും വിധേയത്തിനെ കുറിച്ച് മാത്രമാണ് തെറ്റിദ്ധരിക്കരുത്. ഖുർആനിലും സുന്നത്തിലും പറഞ്ഞിട്ടില്ലാത്ത, സുന്നത്തിന് വിരുദ്ധമായ, അതിനെക്കുറിച്ച് ഇനി വിധേയത്തെന്ന് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഇല്ലെങ്കിൽ പോലും പ്രമാണം എന്താണോ അവിടെ നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ശരിയുടെ വഴി, അതാണ് രക്ഷപ്പെടാനുള്ള വഴി, അതാണ് മുസ്തഖീമായ പാത. നബി ചെയ്തിട്ടില്ലേ, ചെയ്യണ്ട. വേറെ ആര് ഏത് ഷെയ്ഖ് പറഞ്ഞാലും ആര് ചെയ്താലും ശരി, നമുക്കത് വിഷയമല്ല. ഷെയ്ഖുമാരോ പണ്ഡിതന്മാരോ പ്രമാണമല്ല. പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. ഈ ഒരു കാര്യം കൂടി നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ പിൻപറ്റുന്ന, സുന്നത്ത് എന്ന് പറയുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച രീതി, നടപടിക്രമം എന്താണോ അതാണ് പൊതുവായ അർത്ഥത്തിൽ സുന്നത്ത് എന്ന് പറയുന്നത്. അത് സ്വീകരിക്കുകയും ഇതിന് വിരുദ്ധമായി വരുന്ന എല്ലാത്തരം